ഞാനിപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ചർച്ച എന്താണെങ്കിലും പൊളിഞ്ഞു. ഇസ്ലാമാബാദിൽ അവിടെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഫലമില്ലാതെ JD വാൻസ് ഇപ്പോൾ അമേരിക്കയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇനി എന്ത്? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാതലായ ചോദ്യം. ഇനി എന്ത്? ചർച്ചകൾ വലിയ പ്രതീക്ഷ ഉയർത്തിയെങ്കിലും ചർച്ചകളിൽ കാര്യമായ ഒരു തീരുമാനവും ഉണ്ടായില്ല. JD വാൻസും സംഘവും അമേരിക്കയിലേക്ക് മടങ്ങി, ഖലിബാഫും സംഘവും ഇറാനിലേക്കും മടങ്ങി. അതിനർത്ഥം ഇനി ചർച്ച ഉണ്ടാവില്ല എന്നതാണോ, അതോ വെടിനിർത്തൽ കാലാവധി തുടരുന്നിടത്തോളം കാലം, കാരണം 2 ആഴ്ചയാണ് വെടിനിർത്തൽ, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇനി വരുന്ന ചൊവ്വാഴ്ച വരെ, ഇനി മറ്റന്നാളിന് ശേഷമുള്ള ചൊവ്വാഴ്ച വരെ ഉള്ള കാലാവധിയുണ്ട്. അതിനുള്ളിൽ ഒരുപക്ഷെ ഇനി ചർച്ചകൾ തുടരുമോ എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഒരു സൂചനയാണെങ്കിൽ JD വാൻസ് പറഞ്ഞിരിക്കുന്നത് ചില സൂചനകൾ, ചില ഓഫറുകൾ തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തങ്ങൾക്ക് മുന്നോട്ട് വെക്കാവുന്ന പരമാവധി ഓഫറുകളാണിത്. അത് അംഗീകരിച്ച് ഇറാന് വേണമെങ്കിൽ യുദ്ധം ഒഴിവാക്കാം, അല്ല എങ്കിൽ ബലപ്രയോഗം എന്ന നിലയിലാണ് വെയിൽഡ് ഒരു ത്രെട്ട് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാവുന്ന രീതിയിൽ, കാരണം അടച്ചിട്ട മുറികൾക്കുള്ളിലെ നയതന്ത്ര ചർച്ചകളുടെ നെറ്റിക്രിറ്റീസ് ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളെ അപഗ്രഥിക്കുകയാണെങ്കിൽ ഈ ആണവ ചർച്ചയിൽ തന്നെയാണ് പ്രധാനമായും അമേരിക്ക കേന്ദ്രീകരിച്ചത്. ഏറ്റവും പ്രധാന വിഷയവും ആണവ ചർച്ച തന്നെയായിരുന്നല്ലോ. 2015 ഒരു സമഗ്രമായ ആണവ കരാറാണ് ഒബാമയുടെ നേതൃത്വത്തിൽ അമേരിക്ക ഇറാനുമായി ഏർപ്പെട്ടത്. അന്ന് അമേരിക്കയോടൊപ്പം തന്നെ റഷ്യയും ചൈനയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ തന്നെ സാക്ഷികളായ ഒരു സമഗ്രമായ കരാറാണ്. അതനുസരിച്ച് സമ്പുഷ്ടീകരണ അനുവാദം ഇറാൻ നൽകിയിരുന്നു. പക്ഷെ ആയുധ നിർമ്മാണത്തിനുള്ള ഒരു വലിയ സമ്പുഷ്ടീകരണമല്ല, മറിച്ച് 3.8% വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അനുവാദം, അവകാശം ഇറാൻ അന്ന് നേടിയെടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം ഒരിക്കൽ പോലും ഒരു ഡയറക്റ്റ് ടോക്ക് ഉണ്ടായിട്ടില്ല. അത് 2015 2015 ശേഷം അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ നേർക്കുനേർ മുഖാമുഖം വന്നത് ഇപ്പോഴാണ്. കഴിഞ്ഞ വർഷം നടന്ന ചർച്ചകൾ 2025 നടന്നത് ഒരു സറഗേറ്റ് മെത്തേഡാണ്. ഒമാന്റെ പ്രതിനിധികളോട് അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷണറും സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആ പ്രതിനിധികളോട് സംസാരിച്ചു, ഒമാന്റെ പ്രതിനിധികളോട് സംസാരിച്ചു. അതല്ലാതെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വിവിധ റൗണ്ടുകളായി 5 റൗണ്ടുകളായി സംസാരമുണ്ടായി എന്നാണ്. 21 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മാരത്തോൺ ചർച്ചകളാണ്. ആദ്യം ഒരുപക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കാൻ സാധ്യത. വലിയ ഒരു ഡെലിഗേഷൻ തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വന്നത്. 71 പേരടങ്ങുന്ന ഒരു വലിയ ജംബോ ഡെലിഗേഷൻ ഒരു പ്രത്യേക വിമാനത്തിൽ എത്തുകയാണ്. ആ വിമാനത്തിന്റെ ഒഴിഞ്ഞുകിടന്ന 71 പേർക്ക് ഉപരിയായി ഒഴിഞ്ഞുകിടന്ന സീറ്റുകളിൽ വളരെ പ്രതീകാത്മകമായി അവർ പ്രതിഷ്ഠിച്ചിരുന്നത് ബിനാഫിൽ വെച്ച് മരിച്ച 168 കുട്ടികളുടെ ചിത്രങ്ങളാണ്. അവരുടെ ബാഗുകൾ ഉൾപ്പെടെ സീറ്റിൽ അണിനിരത്തിക്കൊണ്ട് വൈകാരികമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറാന്റെ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലേക്ക് എത്തിയത്. അതേപോലെ തന്നെ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണകളോടെ തന്നെയാണ് എത്തിയത്. ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന ഒരു കടുംപിടുത്തം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത് പോലെ തോന്നി. കാരണം 2 കണ്ടീഷൻസ് അമേരിക്ക ഏതാണ്ട് അംഗീകരിച്ചതുകൊണ്ടാണ് ഒരു പരിധിവരെ ചർച്ചകൾക്ക് ഇറാൻ സമ്മതം മൂളിയത്. അതിലൊന്ന് ഇറാന്റെ ആസ്തികൾ, മരവിപ്പിക്കപ്പെട്ട ഇറാന്റെ ആസ്തികൾ, പ്രത്യേകിച്ച് ഖത്തർ ഉൾപ്പെടെയുള്ള $600 കോടി ആസ്തി. അതുപോലെ പല ഇടങ്ങളിലായി അമേരിക്ക ഇടപെട്ട് പല ബാങ്കുകളിലായി ഇറാന്റെ ആസ്തികൾ മരവിപ്പിക്കപ്പെട്ടത് റിലീസ് ചെയ്യും. ഉപരോധത്തിന് ചെറിയ ഇളവ് വരുത്തും. ഇത് രണ്ടും പൂർണ്ണമായി പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചർച്ചകൾക്കുള്ള കണ്ടീഷൻ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഈ 2 കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതൊരു കാര്യം. ഒരു യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ ചുറ്റുപാടും ഒരുക്കിക്കൊണ്ട് ഗൺ പോയിന്റിൽ തന്നെയാണ് ചർച്ച നടന്നത് എന്ന് കാണാം. കാരണം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, അമേരിക്കൻ സേനാ വിന്യാസം വളരെ ശക്തമായി ഇറാന്റെ ചുറ്റും നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ചർച്ച ഒരു പുനരാക്രമണം നടത്തുന്നതിന് മുൻപുള്ള സമയം വാങ്ങിയെടുക്കൽ മാത്രമാണോ ഈ ചർച്ച എന്ന് ന്യായമായ സംശയം ഇറാനുണ്ട്. അത് മാത്രമല്ല, മുൻപ് നടന്ന 2 പ്രധാനപ്പെട്ട ചർച്ചകളിലും 2025 നടന്ന 5 റൗണ്ട് ചർച്ചകൾ അത് പരാജയപ്പെട്ടതുകൊണ്ടാണ് അവസാനം പരാജയപ്പെട്ടതെന്നല്ല, ഈ ആക്രമണ ഏകപക്ഷീയമായി നടക്കുകയാണ് ചർച്ചകൾക്കിടയിൽ 2025 ജൂണിൽ. അതുപോലെ 26 ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ചർച്ചകൾ ഫലവത്തായില്ല എന്നതും 3 റൗണ്ട് ചർച്ചകൾക്ക് ശേഷം, ജനീവ റൗണ്ട് ചർച്ചകൾക്ക് ശേഷം ആക്രമണത്തിലേക്ക് അമേരിക്ക നീങ്ങി എന്നതും
ഒരു ദുഃഖകരമായ അനുഭവമായി ഇറാന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇറാൻ ഘടിപ്പിച്ച് തന്നെയാണ് വന്നത്. ആണവ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ആണവ കാര്യം ഒപ്പം ഹോർമുസ്, ഈ രണ്ട് കാര്യങ്ങളിൽ അമേരിക്കയുടെ ഈ നിയന്ത്രണം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. പക്ഷേ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പല്ലേ, ഈ ആണവ കാര്യത്തിൽ ഇറാൻ ആ നിയന്ത്രണം കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കില്ല എന്നുള്ളത്. കാരണം അവർ പറയുന്നത് അവരുടെ ആണവ അവകാശം എന്നുള്ള ലൈനിലാണ്. തീർച്ചയായും ആണവ അവകാശം എന്ന് പറയുന്നത്, ഡിറ്ററൻസ് എന്ന് പറയുന്നത് ഒരു പ്രതിരോധ സംവിധാനമാണ്. മറ്റൊരു രാജ്യം ആക്രമിക്കപ്പെടാതിരിക്കണം എങ്കിൽ ആണവായുധം കൈവശം വെച്ചാൽ ഒരു ആണവ രാജ്യത്തെ മറ്റൊരു രാജ്യവും ആക്രമിക്കാനുള്ള സാധ്യതയില്ല. നോർത്ത് കൊറിയയ്ക്ക് ആ ഒരു ആണവ ഡിറ്ററൻസ് ലഭിച്ചു. അത് അത്ര സുഖകരമായ കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്ന രാജ്യമല്ല എങ്കിൽ പോലും ആണവ സാങ്കേതിക വിദ്യ വിനാശകാരിയാണ് എന്ന് സമ്മതിക്കാമെങ്കിൽ പോലും മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണം ഒഴിവാക്കാൻ ആണവ സാങ്കേതിക വിദ്യ, ആണവ ആയുധങ്ങൾ കൈവശമുള്ളത് സഹായിക്കുമെന്ന ഒരു ലളിതമായ യുക്തി. പക്ഷെ ഒരിക്കലും ഇറാൻ പരസ്യമായി പറഞ്ഞിട്ടില്ല തങ്ങൾ ആണവ സമ്പുഷ്ടീകരണം പോർമുനകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ്, ആണവ പോർമുനകൾ നിർമ്മിക്കാനാണ് എന്ന് ഒരിക്കൽ പോലും പരസ്യമായി പറഞ്ഞിട്ടില്ല. തങ്ങൾ സമാധാനപരമായ ആവശ്യത്തിനാണ്, ഊർജ്ജ ഉപാധി എന്ന നിലയിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ആണവ വിഷയത്തിൽ തട്ടിയാണ് തകർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോർമൂസ് ഭാഗികമായി തുറന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാൻ പറയുന്നത് ഹോർമൂസ് ഒരു ചർച്ചയ്ക്ക് മുൻപ് തന്നെ ഞങ്ങൾ ഹോർമൂസ് പൂർണ്ണമായി തുറന്നിരുന്നു. പക്ഷെ അതിലെയുള്ള അതിക്രമിച്ച് കടക്കുന്ന രീതിയിലുള്ള സൈനിക സന്നാഹങ്ങൾ, യുദ്ധക്കപ്പലുകൾ അതിലെ കടന്നു വരാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഈ കഴിഞ്ഞ രാത്രി അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ മൈനുകൾ നീക്കം ചെയ്യാൻ എന്ന രൂപത്തിൽ 2 ഡിസ്ട്രോയേഴ്സ് ഇവിടെ പ്രവേശിപ്പിക്കുകയും ഇറാൻ അവരെ തിരിച്ച് അയച്ചു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. അതിനർത്ഥം ഒരു വശത്ത് സമാധാന ചർച്ച നടക്കുകയും മറുവശത്ത് രഹസ്യമായി അല്ലെങ്കിൽ ഏതാണ്ട് ധിക്കാരത്തോടു കൂടി തന്നെ ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് ഇരട്ടത്താപ്പായി ഇറാൻ കണ്ടു. അതോടൊപ്പം തന്നെ ഈ ലെബനനിലേക്ക് ഇസ്രായേൽ നിരന്തരമായി നടത്തുന്ന ബോംബ് വർഷം, അതിഭീകരമായ ആക്രമണമാണ് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്കുമൊക്കെ ഇസ്രായേൽ നടത്തുന്നത്. ഇതെല്ലാം ചേർത്തുകൊണ്ട് വേണം ലെബനൻ ഷുഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ഡീൽ എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല, ഇസ്രായേൽ തയ്യാറല്ല. അതുകൊണ്ട് ഇസ്രായേലിനെ കൂടെ വരുതിക്ക് വരുത്തിയെങ്കിൽ മാത്രമേ അന്തിമമായ കരാർ ഉണ്ടാകൂ എന്നതാണ് വാസ്തവം. അതുകൊണ്ട് 2 ഭാഗത്തും കാര്യമായ ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു റൗണ്ടാണ് ഇപ്പോൾ 21 മണിക്കൂർ റൗണ്ട് നടന്നത്. അതുകൊണ്ട് ഈ പൂർണ്ണമായ ഒരു മനസ്സുകളുടെ ഏകോപനം ഇല്ലാതെ ഈ മനസ്സില്ലാ മനസ്സോടെ നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 2 കൂട്ടരും ഇതിലൊരു പരിസമാപ്തി ആഗ്രഹിച്ചില്ല. പാകിസ്ഥാൻ ഒരുപക്ഷെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടാവണം. പക്ഷെ പാകിസ്ഥാന്റെ മുഖം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. വലിയ പ്രതീക്ഷകളോട് വന്ന് ഒരു 24 മണിക്കൂർ പോലും ലാസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പ്രതിനിധി സംഘങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു ഇത്രയും കോലാഹലം എന്ന് പൊതുവെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം 2 ഉത്തരങ്ങളാണുള്ളത്. ഒന്ന്, ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ല. ആദ്യ റൗണ്ട് അലസിപ്പിരിയുന്നത് ഒരു ചർച്ചയെ സംബന്ധിച്ചിടത്തോളം അസ്വാഭാവികമൊന്നുമല്ല. കടുംപിടുത്തങ്ങളാണ്, ഹോക്കിഷ് നിലപാടാണ് 2 കൂട്ടരും. ഈ ഏതെങ്കിലും കാര്യത്തിലെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ചെറിയ ഒരു ധാരണ എത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകൂ ചർച്ചകൾ. ഇവിടെ ഹോർമൂസിലും ആണവായുധങ്ങളിലും മിസൈലുകളും തട്ടി തകരുകയാണ് ചർച്ച. അതുപോലെ ഇറാൻ കടുംപിടുത്തം പിടിക്കുകയാണ്. ഇറാൻ ഹോർമൂസിലൂടെ കടത്തിവിടുന്ന കപ്പലുകൾക്ക് ചുങ്കം വേണം, ഹോർമൂസ് തങ്ങളുടെ നിയന്ത്രണ മേഖലയാവണം, അമേരിക്കൻ സേനാ താവളങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്നും മാറ്റണം. ഇതൊക്കെ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അനുവദിക്കാവുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും 1-2 വിഷയങ്ങളിൽ ഉപരോധം മാറ്റുന്ന കാര്യത്തിലെങ്കിലും ഇറാനെതിരെയുള്ള ഉപരോധം ഭാഗികമായിട്ടെങ്കിലും നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ടെങ്കിലും ഇറാനെതിരെയുള്ള ഇറാന്റെ ആസ്തികൾ മരവിപ്പിച്ച് തിരിച്ചു കൊടുക്കാനുള്ള ധാരണയുണ്ടായെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ സാധിക്കും. ഇത് 2 കൂട്ടരും പൂർണ്ണമായി കടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ 2ാമത്തെ റൗണ്ട് നടക്കുകയാണെങ്കിൽ ഒരു ആഴ്ച സമയമുണ്ടല്ലോ. അല്ലെങ്കിൽ ഏകപക്ഷീയമായ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് അപ്രസക്തമായി മാറും. അതുകൊണ്ട് 2 ആഴ്ച പിടിച്ചു നിൽക്കുകയും അതിനുള്ളിൽ ഇറാന് ചുറ്റും അതിശക്തമായ സേനാവിന്യാസം ഉണ്ടാവുകയും ഒരു കരയുദ്ധത്തിലേക്ക്, ഒരുപക്ഷെ നേരിട്ട് ഇറാൻ വൻകരയിലേക്കല്ല മറിച്ച് ഖാർഗ് ദ്വീപിലേക്കെങ്കിലും യുദ്ധം വ്യാപിപ്പിക്കുകയും അത് പിടിച്ചെടുത്തുകൊണ്ട് ഇറാനുമായി വിലപേശാം എന്നതാവാം ഒരുപക്ഷെ അമേരിക്കയുടെ തന്ത്രം. പക്ഷേ റഷ്യയോ ചൈനയോ ഇതിൽ പൂർണ്ണമായി നിസ്സംഗത പാലിക്കും എന്ന് ഉറപ്പിക്കാനാവില്ല. കാരണം അമേരിക്ക ഓൾറെഡി ചൈനയെ വാൺ ചെയ്തു കഴിഞ്ഞു. ചൈനീസ് കൺസൈൻമെന്റ് ഓഫ് വെപ്പൺസ് ആൻഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഇറാനിൽ എത്തിയതായി ആണ് റിപ്പോർട്ട്. കൂടുതൽ ബാച്ചുകൾ വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെന്റ് ചൈനയുമായി ഇറാൻ ഒരുക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ചൈന ആക്റ്റീവായി രംഗത്ത് വന്നില്ല എങ്കിൽ പോലും അമേരിക്കയെ ലേശം വിറളി പിടിപ്പിക്കുന്ന ഒരു നീക്കമാണ് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ചർച്ച നടത്തുന്നത് തന്നെ ചൈനയ്ക്കും കൂടെ
സ്വീകാര്യമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാനിൽ ചർച്ച നടത്തിയത് തന്നെ ഇറാന് സ്വീകാര്യമായി. അത് ചൈനയുടെ ഒരു അദൃശ്യമായ കരം അവിടെ ഉണ്ട് എന്നതാണ്. അതുപോലും ഇപ്പോൾ പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത്ര ശുഭസൂചകമല്ല കാര്യങ്ങൾ. ശരി, താങ്ക് യു സോ മച്ച്. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് അതിൻ്റെ വിലയിരുത്തലുകൾ നടത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.